ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവായി. ഇതാദ്യമായാണ് കൊല്ലം അരോമ ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത്. നടുഭാഗത്തിനാണ് 2ാം സ്ഥാനം. വിയപുരം 3ാം സ്ഥാനം നേടി. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30-നാണ് ഉത്രട്ടാതി വള്ളംകളി. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ത്യ റഷ്യ അന്തർ സർക്കാർ തല കമ്മീഷന്റെ 27ാം സെഷനിൽ അദ്ദേഹം സഹ അധ്യക്ഷനാകും. സന്ദർശന വേളയിൽ ശ്രീ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തും. ഓണക്കാലത്തെ വിലക്കയറ്റവും ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മന്ത്രി T. സിദ്ദിഖ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30-ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ജാതിമത വർണ്ണ വിവേചനങ്ങളെ ഭേദിക്കുന്ന കാലത്തിന് അതീതമായ സന്ദേശമാണ് ഓണം നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓണക്കിറ്റ് വിതരണം, ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25-നും റേഷൻ കടകൾ പ്രവർത്തിക്കും. പകരം ഈ മാസം 27, സെപ്റ്റംബർ 2 തീയതികൾ അവധിയായിരിക്കും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി നിയമസഭാ മന്ദിരവും പരിസരവും വൈദ്യുത ദീപാലങ്കൃതമാക്കും. മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ വൈകുന്നേരം 6:30 മുതൽ രാത്രി 10 മണി വരെ പൊതുജനങ്ങൾക്ക് നിയമസഭാ മന്ദിര പരിസരവും ദീപാലങ്കാരവും കാണാൻ അവസരമുണ്ടാകും. എറണാകുളം ജില്ലയിലെ ഓണാഘോഷ പരിപാടി ലാവണ്യം 2026 ഈ മാസം 24 മുതൽ 30 വരെ നടത്തും. ദർബാർ ഹാൾ ഗ്രൌണ്ട്, ഫോർട്ട് കൊച്ചി, മൂവാറ്റുപുഴ തുടങ്ങി 15 വേദികളിലായി 40ഓളം കലാപരിപാടികൾ അരങ്ങേറും. കോട്ടയം ജില്ലാതല ഓണാഘോഷത്തിന് നാളെ തുടക്കമാകും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ തിരക്ക് നിയന്ത്രിക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നിക്ഷേപ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് ആഴ്ചയിൽ 5,50,000 രൂപ വാഗ്ദാനം ചെയ്യുന്നതാണ് വീഡിയോ. ഇത് വ്യാജമാണെന്നും അത്തരം നിക്ഷേപ പദ്ധതി അംഗീകരിച്ചിട്ടില്ല എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. $2,000 കോടി ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഈ തീരുവകൾ നിലവിൽ വന്നു. ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അമേരിക്കയ്ക്കുമേൽ തീരുവ ചുമത്തുമെന്ന് കാനഡയും വ്യക്തമാക്കി. പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകശ്മീരിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് 70-ലധികം ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന് കത്തെഴുതി. മേഖലയിൽ അക്രമവും മനുഷ്യാവകാശ ലംഘനങ്ങളും വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ലൈഫ് മിഷൻ PMAY പദ്ധതികളിലെ ഗുണഭോക്താക്കൾക്ക് വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും മാറ്റിസ്ഥാപിക്കുന്നതിന് 50,000 രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതി KSEB പുനഃസ്ഥാപിച്ചു. നിർമ്മാണം നടക്കുന്ന ഭൂമിയിൽ അപേക്ഷകന് ഉടമസ്ഥാവകാശമില്ലെങ്കിലും റേഷൻ കാർഡിൽ പേരുള്ള കുടുംബാംഗത്തിന്റെ പേരിലാണ് സ്ഥലമെങ്കിൽ അത്തരം അപേക്ഷകളും ആനുകൂല്യത്തിനായി പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കേരള സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സർക്കാർ എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലും UIT, IHRD സെന്ററുകളിലും ഈ അധ്യയന വർഷത്തെ 4 വർഷ ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാൻ അവസരം. വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ അടുത്ത മാസം 14 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കേരളത്തിന്റെ തനത് നാടൻ കന്നുകാലി ഇനമായ പെരിയാർ പശുവിന് ദേശീയ അംഗീകാരം ലഭിച്ചതായി മന്ത്രി ബിന്ദു കൃഷ്ണ. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന് കീഴിലുള്ള നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സസ് ആണ് അംഗീകാരം നൽകിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.